ഒരിക്കൽ ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കൂട്ടിൽ പക്ഷി ഉണ്ടായിരുന്നു. പക്ഷിയോട് വാത്സല്യം തോന്നി കുറച്ച് ഭക്ഷണം എടുത്ത് ആ കുട്ടിൻ്റെ കിളിയെ കയ്യിലെടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കിളി പറഞ്ഞു, നീ എന്നെ നിന്റെ പുറത്ത് വിട്ടാൽ നിനക്ക് 3 കാര്യങ്ങൾ പറയാൻ തരാം. വളരെ വിലപ്പെട്ട, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഉപദേശം പറഞ്ഞുതരാം. പക്ഷെ നീ വിട്ടല്ലേ പറയത്തുള്ളൂ. അപ്പം ഇദ്ദേഹം കിളിയെ വിട്ടു. കിളി എന്നൊരു വൃക്ഷത്തിൻ്റെ കമ്പിലിരുന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ ഉപദേശം നീ മനസ്സിലാക്കുക, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നീ ഓർത്ത് വിഷമിക്കാൻ പാടില്ല. രണ്ടാമത്, നീ ആരെയും വിശ്വസിക്കരുത്, പറയുന്ന അതേപോലെ നീ വിശ്വസിക്കരുത്, ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ 2 വിലമതിക്കാനാകാത്ത വലിയൊരു രത്നമുണ്ട്. എന്നെ കൊന്നെങ്കിൽ നിനക്ക് ആ രത്നം എടുക്കായിരുന്നു. അപ്പം ഇദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു. കിളിയെ വിട്ടത് തെറ്റായി പോയി, ഇനി കൊന്നെങ്കിൽ രത്നം എടുക്കാമായിരുന്നല്ലോ എന്ന് വിഷമിച്ചു. അപ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെ 3ാമത്തെ ഉപദേശം ഉണ്ടല്ലോ. 3ാമത്തെ ഉപദേശം എന്ന് പറയും, നിന്നോട് ഞാൻ കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു, നീ അത് ഓർത്ത് വിഷമിച്ചു. പിന്നെ പറഞ്ഞത് ആര് പറയുന്നു വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു, ചിന്തിച്ച് നീങ്ങാവുള്ളൂ. നീ എന്നെ ഈ ചെറിയ ശരീരത്തിൽ 2 വലിയ രത്നം എങ്ങനെ ഇരിക്കുമെടാ, ഇത് പറഞ്ഞ 2 നീ മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് ഉൾക്കൊണ്ടതുമില്ല, മനസ്സിലാക്കിയതുമില്ല. അപ്പം ഇങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ട് എന്താ അർത്ഥം? 2 ഉപദേശം വെച്ച് ഞാൻ അനുഭവത്തിൽ കൂടി പഠിച്ചു, ഞാൻ പോകാൻ കൊണ്ട് കിളി പോവാണ്. ഇതുപോലെ നമ്മൾ എല്ലാവരിലും ഈ നിധിയുണ്ട്. ഈ നിധി ഉള്ളിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലവും ഓർത്ത് വിഷമിച്ചും ആ നിധിയെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറ്റിപ്പോയല്ലോ നോർത്ത് വിഷമിക്കുകയും ചെയ്യും. ആണ് വർത്തമാനത്തിൽ കഴിയാൻ പറയുന്നത്. ഈ നിമിഷം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതാണ്, അടുത്ത ശ്വാസം പോലും നമ്മളുടെ ഇല്ല. ഈ നിമിഷത്തെ വിവേകമാണ് ശരിയായ ആയുസ്, അതിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും എടുത്തു പറയും. മനുഷ്യത്വവും സൽഗുരുലാഭവും ഒരു മനുഷ്യരിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചാൽ പിന്നെ ലക്ഷ്യം പ്രാപിക്കാനായി ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രയത്നിക്കണം. നമ്മുടെ പ്രയത്നം തന്നെയാണ് ആ കൃപയ്ക്ക് പാത്രമാകുന്നത്. ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു സത്രമുണ്ട്. 12 മണി വരെ ആര് വന്നാലും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും. 12 മണി കഴിഞ്ഞാൽ സത്രം അടയ്ക്കും. പിന്നെ ആരെങ്കിലും വന്നാൽ ബെല്ലടിച്ചാൽ സത്രം തുറക്കും. ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബെല്ലടിച്ചാൽ സത്രം തുറന്ന് ഭക്ഷണം കൊടുക്കും. പക്ഷെ ഒരു പയ്യനാണ് വന്നത്, അനാഥ പയ്യൻ. അവൻ സത്രം അടച്ചു പോയി, ചിലം വൈകി വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്ത്, ഈ മണി വലിയ പൊക്കത്തിലുള്ളതാണ്. അപ്പോൾ അവൻ്റെ കയ്യെത്തുന്നില്ല. അവൻ ഓരോ തടി കഷ്ണങ്ങളും അവിടെ കടന്ന് ഓരോ തടി കഷ്ണം കൊണ്ടിട്ടിട്ട് കയറി നിന്ന് അടിക്കാൻ നോക്കി, എത്തിയില്ല. പലയിടത്തും പോയി തിരഞ്ഞു പിടിച്ച് ഓരോ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കയറി ഇട്ടാൻ ചെറിയ വടി എടുത്തുകൊണ്ട് വന്ന് തട്ടിക്കാൻ നോക്കി. എന്നിട്ടും മണി എത്തുന്നില്ല. അത് ശ്രമിച്ച് കുഴഞ്ഞ് പിന്നെ ഇറങ്ങി. എന്താ മാർഗം? വിശക്കുകയും ചെയ്യുന്നു, എന്താണ് മാർഗം? എന്നിട്ട് ദൂരോട്ട് മാറി ഓരോ കല്ലെടുത്ത് മണിയുടെ ഉന്നം നോക്കി അറിയാൻ തുടങ്ങി. മണി പോയി തട്ടുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ എന്ന് വെച്ച്. പക്ഷെ ആ മണി പോയി തട്ടുന്നില്ല. ഇവൻ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞ് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നവൻ. അപ്പം ഇതെല്ലാം കൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു പറയുന്നത്. അയാളുടെ മനസ്സലിഞ്ഞ് കഷ്ടമായി, കുട്ടി ഇത്രയോ കഷ്ടപ്പെടുന്നത്. അയാൾ വന്ന് എടുത്തിട്ട് മണിയടിച്ച് സത്രം തുറന്ന് തരും, ഭക്ഷണം കിട്ടി. ഇതുപോലെ നമ്മൾ വൈകിയാണല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയത്നിച്ചാൽ കൃപയുടെ കവാടം തുറക്കും. ആ കൃപയ്ക്ക് ഉള്ള ശക്തിയും അനുഗ്രഹവും ഒക്കെ കൊണ്ടാകട്ടെ. കൃപ എല്ലാവരെയും അനുഗ്രഹിക്കും.